കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 നാവികരെ ഉടൻ മംഗളൂരു തുറമുഖത്തെത്തിക്കും. അരുൺ പാറയ്ക്കൽ AJ ആശുപത്രിയിൽ നിന്ന്, മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇവരെ തുറമുഖത്തെത്തിച്ചോ? 10 മണി എന്നതായിരുന്നു നേരത്തെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കപ്പൽ മംഗളൂരു തുറമുഖത്ത് ബർത്ത് ചെയ്തിട്ടുണ്ടാകണം. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, 10 മണിയോടുകൂടി മംഗളൂരു തുറമുഖത്ത് INS സൂറത്തിൽ ഈ 18 ജീവനക്കാരെ എത്തിക്കുമെന്നായിരുന്നു നേരത്തെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതുവരെയും കപ്പൽ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18 ജീവനക്കാരാണുള്ള ഇതിലുള്ളത്. ഇതിൽ 8 പേർ ചൈനക്കാരാണ്, 4 പേർ തായ്വാൻ, 4 പേർ ബർമ്മ, 2 പേർ ഇന്തോനേഷ്യൻ സ്വദേശികളാണ്. 5 പേർക്ക് പരുക്കുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 2 പേരുടെ പരുക്ക് ഗുരുതരമാണ്. എന്തായാലും AJ ആശുപത്രിയിലേക്കാണ് ഈ ജീവനക്കാരെ, പരുക്കേറ്റ ജീവനക്കാരെ എത്തിക്കുക എന്നായിരുന്നു നേരത്തെ വന്ന വിവരം. പക്ഷേ 2 പേരെ മാത്രമാണ് ഈ AJ ആശുപത്രിയിലേക്ക് 4 പേരെ മാത്രമാണ് ഈ AJ ആശുപത്രിയിലേക്ക് എത്തിക്കൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേ ഒരാളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. രണ്ട് ആംബുലൻസുകൾ AJ ആശുപത്രിയിൽ നിന്ന് മംഗളൂരു തുറമുഖത്തേക്ക് എത്തിക്കാൻ അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഒരു കൺഫർമേഷൻ ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 10:15 ഈ ആംബുലൻസുകൾ തുറമുഖത്തേക്ക് എത്തിക്കണമെന്നായിരുന്നു നേരത്തെ വന്ന വിവരം. ആശുപത്രിയിൽ ലഭിച്ച വിവരം അതായിരുന്നു. പക്ഷേ ഇതുവരെയും ആംബുലൻസുകൾ ഇവിടുന്ന്, ഈ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ തുറമുഖത്ത്, അതായത് മംഗലാപുരം തുറമുഖത്ത് ഈ INS സൂറത്തിന് അവിടെ ഈ ജീവനക്കാരെ ഇറക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. അവിടെ തന്നെ ഈ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ, അതായത് 18 പേരെ ഉണ്ട്. 5 ആംബുലൻസുകൾ അവിടെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 2 ആംബുലൻസുകളാണ് ഇവിടെ നിന്ന് പോകാനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കപ്പൽ തുറമുഖത്തേക്ക് അടുക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിജയകുമാർ, അരുൺ, ഇതിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 2 പേരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്ന് ഈ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കുക, അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കുക എന്നതാണല്ലോ പ്രാഥമികമായി മംഗളൂരുവിൽ ഇനി നടക്കാനുള്ളത്. അപ്പോൾ ഈ ആശുപത്രിയിൽ ഇപ്പോൾ അരുൺ നിൽക്കുന്ന മംഗളൂരുവിലെ AJ ആശുപത്രി മാത്രമായിരിക്കില്ല, മറ്റേതെങ്കിലുമൊക്കെ ആശുപത്രികൾ കൂടി അതിന് സജ്ജമാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതാം, അല്ലേ? അതെ വിജയകുമാർ, മറ്റേതെങ്കിലും ആശുപത്രികൾ കൂടി ഈ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ ഈ കപ്പലിലുണ്ടായ ജീവനക്കാർക്ക് ചികിത്സ നൽകുന്നതിനും വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവാമെന്ന് നമുക്ക് കരുതാം. AJ ആശുപത്രിയാണ് ഒടുവിൽ അവർ പങ്കുവെക്കുന്നത്, അതായത് കോസ്റ്റ് ഗാർഡ് പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് AJ ആശുപത്രിയിലേക്കാണ് എത്തിക്കുക എന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം. അതിൽ 5 പേരാണ് പരിക്കേറ്റിരുന്നത്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരുക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 പേരെ ഇവിടേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, അവർക്കുള്ള റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, കമ്പനി അധികൃതർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 ആംബുലൻസുകൾ ആശുപത്രിയിൽ നിന്ന് തുറമുഖത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് 10:15 അവിടെ എത്തണമെന്നായിരുന്നു ഈ ആശുപത്രിക്ക് ലഭിച്ച വിവരം. പക്ഷേ അത് കൺഫേം അല്ല, അത് ഒരു അന്തിമ വിവരമല്ല. അതുകൊണ്ട് ഇതുവരെയും ആംബുലൻസുകൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പകരം, അതായത് തുറമുഖത്ത് 5 ആംബുലൻസുകൾ നേരത്തെ തന്നെ സജ്ജീകരിച്ച് വെച്ചിരുന്നു. അവർ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. 18 ജീവനക്കാരുണ്ട്. അവരെ മറ്റ് ആശുപത്രികളിലേക്ക് കൂടി, പ്രാഥമിക ചികിത്സ വേണ്ടവരുണ്ട്, ഗുരുതരമായി പരുക്കേറ്റവരുണ്ട്. ആ പരുക്കേറ്റവരെയൊക്കെ എത്തിക്കേണ്ട ആശുപത്രികൾ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഈ 18 പേരെയും മറ്റിടങ്ങളിലേക്ക് കൂടി എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും AJ ആശുപത്രിയിൽ നിന്ന് ഇതുവരെയും ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടില്ല. ഇവിടെ അവർ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും റൂമുകളും ഒക്കെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കപ്പൽ INS സൂറത്ത്, ഈ പരിക്കേറ്റ യാത്രക്കാരെയും കൊണ്ട് INS സൂറത്ത് മംഗലാപുരം തുറമുഖത്തേക്ക് എത്തേണ്ട ഒരു സമയം മാത്രമാണുള്ളത്, ആ കാലതാമസം മാത്രമാണുള്ളത്. അതിനുശേഷമായിരിക്കും ആംബുലൻസുകൾ ഇവിടേക്ക് എത്തിച്ചേരുക. വിജയകുമാർ. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിയത് മംഗളൂരുവിലെ AJ ആശുപത്രിയുടെ മുന്നിൽ നിന്നാണ്. അവിടേക്ക് ഈ പരിക്കേറ്റ 2 പേരെ എത്തിക്കും എന്ന വിവരങ്ങളുണ്ട്. പക്ഷേ മറ്റു ചില ആശുപത്രികൾ കൂടി പരിഗണനയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 18 നാവികരെയാണ് രക്ഷപ്പെടുത്തി തീരത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൽ 5 പേർക്ക് പരിക്കുണ്ട്. അതിൽ തന്നെ 2 പേരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്ന് ഈ വാർത്താക്കുറിപ്പിൽ കോസ്റ്റ് ഗാർഡ് തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അടിയന്തരമായി
ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും അവർക്ക് ചികിത്സ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുമായിരിക്കും പ്രഥമ പരിഗണന. അതുകൊണ്ട് അതിനുവേണ്ട ക്രമീകരണങ്ങൾ മംഗളൂരുവിൽ പൂർത്തിയായിട്ടുണ്ട്. 10 മണിയോടെ ആ കപ്പൽ അവിടെ അടുക്കും എന്നായിരുന്നു, INS സൂററ്റ് അവിടെ അടുക്കുമെന്നായിരുന്നു അറിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആ കപ്പൽ അവിടെ എത്തിയിട്ടില്ല എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും ആ കപ്പൽ തുറമുഖത്തെത്തിയാൽ അതിലെ നാവികരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തുറമുഖത്ത് വേണ്ട ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിലെ 4 നാവികരെ എവിടെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അവർ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടാകും. അവർക്ക് ഈ ലൈഫ് ബോട്ട് അല്ലെങ്കിൽ ഈ രക്ഷാ മാർഗങ്ങളിലൂടെ അവർക്ക് എവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട്. അതിപ്പോഴും തുടരുകയാണ് എന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഒക്കെ അറിയിക്കുന്നത് ഏറ്റവും ഒടുവിൽ.